ഇപ്പം നിങ്ങൾക്ക് അഥവാ മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പഠിക്കുന്നതുകൊണ്ടാണോ, കൺട്രോൾഡ് ഹോസ്റ്റൽ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവിടെ ലൈബ്രറി ഉള്ളതുകൊണ്ടാണോ ഈ പിള്ളേർക്ക് മാർക്ക് കിട്ടുന്നത്, അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ടി വരത്തില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നമുക്ക് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ, ഇപ്പോൾ കോമ്പറ്റീഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രില്യൻറ്റിൻ്റെ പാലയിൽ തന്നെ പോകണം. പക്ഷേ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരരുത്. അയ്യോ ഇനി ഇപ്പോൾ ട്രിവാൻഡ്രത്തിലെ ക്ലാസ്സിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പാലയിലായിരുന്നെങ്കിൽ എനിക്കതങ്ങ് മനസ്സിലായേനെ. ബ്രില്യൻറ്റ് പാലയിൽ വന്ന് അഡ്മിഷൻ എടുത്താനുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അവിടുന്ന്, അതായത് പാലയിൽ ഇപ്പോൾ അത്യാവശ്യം ടെൻഷൻ കയറി ഒട്ടും നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടുന്ന് പാലയിൽ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്ക് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ചേച്ചി എൻ്റെ വീട് ട്രിവാൻഡ്രം ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററിന് അടുത്താണ്. പക്ഷേ എല്ലാവരും പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ ട്രിവാൻഡ്രം സെൻറ്ററിൽ പോയാൽ കിട്ടത്തില്ല. നമുക്ക് ശരിക്കും നന്നായിട്ട് പഠിക്കണമെങ്കിലും കോമ്പറ്റീഷൻ കാണണമെങ്കിലും നമ്മൾ ബ്രില്യൻറ്റ് പാലയുടെ സെൻറ്ററിൽ തന്നെ പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തോ ചെയ്യണം ചേച്ചി? ട്രിവാൻഡ്രത്തെ സെൻറ്റർ എടുക്കണോ അതോ ബ്രില്യൻറ്റ് പാലയിൽ അഡ്മിഷൻ എടുക്കണോ? അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളിപ്പം 60 പേരുള്ള, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലാസ്സിൽ 60 പേര് കാണും. നമ്മൾ ഈ 60 പേരുള്ള ക്ലാസ്സിൽ നിന്നിട്ട് നമ്മൾ എന്തിനാണ് ഈ സ്പെഷ്യൽ ട്യൂഷൻ, ഇപ്പോൾ മാത്സിനാവട്ടെ ഇംഗ്ലീഷിനാവട്ടെ ഒക്കെ സ്പെഷ്യൽ ട്യൂഷന് പോകുന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ സ്പെഷ്യൽ ട്യൂഷന് പോകുന്നിടത്തും 60 പേരൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് ഒരു സ്പെഷ്യൽ ട്യൂഷന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ഇത്തിരി കൂടെ കെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെയും ഇത്രയും തന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കൂട്ടുള്ളൊരു കെയർ കിട്ടുമോ? അത് തന്നെ ഉള്ളടാ. അത് തന്നെയാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് നമ്മൾ ഈ സെൻറ്ററിൽ പോയി കഴിഞ്ഞാലുള്ളത്. എന്തായാലും ഇപ്പോൾ ബ്രില്യൻറ്റ് പാലയാവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രിവാൻഡ്രം സെൻറ്ററോ കോഴിക്കോടുള്ള സെൻറ്ററോ തൃശ്ശൂരുള്ള സെൻറ്ററോ കൊല്ലത്തുള്ള സെൻറ്ററോ ഏത് സെൻറ്ററിലായാലും ഒരേ ടീച്ചേഴ്സ് തന്നെയാണ്. ബ്രില്യൻറ്റ് പാലയിൽ, അതായത് പാലയിലെ സെൻറ്ററിൽ എടുക്കുന്ന അതേ ടീച്ചേഴ്സ് തന്നെയാണ്. അന്നേരം ഇത്രയും കൂടെ നല്ല അടിപൊളി ടീച്ചേഴ്സൊക്കെ ആയിരിക്കും. കാരണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഏതൊരു സംരംഭം തുടങ്ങിയാലും, ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ നമ്മളൊരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയാലും നമുക്ക് അവിടുത്തെ റിസൾട്ട് കണ്ടിട്ടേ വേറെ പിള്ളേർ അവിടെ അഡ്മിഷൻ എടുക്കാൻ വരത്തുള്ളൂ. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ ബ്രില്യൻറ്റ് എന്ന് പറയുന്നത്. അന്നേരം അവർ അങ്ങനെ ഒരു റിസ്ക് എടുക്കത്തില്ല. അപ്പോൾ ഈ പുതുതായിട്ട് തുടങ്ങുന്ന ക്യാമ്പസിൽ നിന്ന് പരമാവധി റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ലേ പിന്നെ പിള്ളേർ അവിടെ വന്ന് ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ അത്രയും നല്ല ടീച്ചേഴ്സിനെ ഇട്ടിട്ടൊക്കെ തന്നെ ആയിരിക്കും അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മുടെ ബ്രില്യൻറ്റ് പാലയിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബാച്ചിൽ 75-80 പിള്ളേരെ കാണും. അതേസമയം ഈ സെൻറ്ററിലൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അത്യാവശ്യം കുറച്ച് പിള്ളേരെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ പിള്ളേർക്കും ഇപ്പോൾ ടീച്ചേഴ്സിന് ഓരോ കൊച്ചുങ്ങളെ ഇൻഡിവിജ്വലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ പാലയിലൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ഒരു പിള്ളേരെ ഫേസ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ടീച്ചേഴ്സ് എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഇത്രയും പേരും കൂടെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ കെയർ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയട്ടെ, ബ്രില്യൻറ്റ് പാലയിൽ ചെല്ലുവാണെങ്കിൽ സൂപ്പർവൈസ്ഡ് എന്നും കൺട്രോൾഡ് എന്നും പറയുന്ന 2 രീതിയിൽ ഹോസ്റ്റലുണ്ട്. കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ബ്രില്യൻറ്റ് പാലയുടെ സ്വന്തം ഹോസ്റ്റലാണ്. അതായത് ബ്രില്യൻറ്റിലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് വാർഡനായിട്ട് വരുന്ന ഹോസ്റ്റലാണ്, അതായത് അവരുടെ തന്നെ ഹോസ്റ്റലാണ്. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എക്സാമ്പിൾ ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീടാണ് ഞാൻ ഹോസ്റ്റലാക്കുന്നതെങ്കിൽ എൻ്റെ അമ്മയായിരിക്കും വാർഡൻ. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഇപ്പം ചില പിള്ളേർക്ക് നിസ്സാര മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഈ കൺട്രോൾഡ് മാർക്ക് സൂപ്പർവൈസ്ഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർവൈസ്ഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഒരു നെഗറ്റീവ് എനർജി ചെയ്യാം. പിള്ളേർ നീ ഏത് ഹോസ്റ്റലാണ് പഠിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ക്യാമ്പസിലുള്ള ഫ്രണ്ട്സ് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്റ്റലിൻ്റെ പേര് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു നാണക്കേട് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരിടത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ലല്ലോ. മനസ്സിലായോ? നമുക്ക് എല്ലായിടത്തും നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു കോമൺ സോഴ്സിൽ നിന്നാണ് നമ്മളെല്ലാവരും വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ ഈ സെൻറ്ററുകളിലെന്ന് പറയുന്നത് കൺട്രോൾഡ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളും നിങ്ങളുടെ ഇപ്പുറത്തിരിക്കുന്ന ആളും എല്ലാവരും ഒരു ഹോസ്റ്റലിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇപ്പം നിങ്ങൾക്ക് അഥവാ മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പഠിക്കുന്നതുകൊണ്ടാണോ, കൺട്രോൾഡ് ഹോസ്റ്റൽ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവിടെ ലൈബ്രറി ഉള്ളതുകൊണ്ടാണോ ഈ പിള്ളേർക്ക് മാർക്ക് കിട്ടുന്നത്, അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ടി വരത്തില്ല. നിങ്ങളെല്ലാവരും പഠിക്കുന്ന ഒരേ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ്, ഒരേ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അങ്ങനൊരു കോൺഫിഡൻസ് നമുക്ക് തുടക്കത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ഒരു നല്ല രീതിയിൽ ഉപകാരപ്പെടും. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നമുക്ക് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രില്യൻറ്റിൻ്റെ പാലയിൽ തന്നെ പോകണം. എന്തിനാണ് ഈ കോമ്പറ്റീഷൻ ഇപ്പോഴേ ഫീൽ ചെയ്തിട്ട് പരമാവധി ടെൻഷൻ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടോ? കോമ്പറ്റീഷൻ ഇപ്പോൾ ഏത് സെൻറ്ററിൽ പോയാലും കാണും. മനസ്സിലായോ? ഇപ്പം ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ബ്രില്യൻറ്റിലായിക്കോട്ടെ, ബ്രില്യൻറ്റിൻ്റെ പാലയിലെ ക്യാമ്പസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രിവാൻഡ്രം സെൻറ്ററിലായിക്കോട്ടെ, ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഓരോ ബാച്ചിൽ, ഇപ്പോൾ ഞാൻ പറയട്ടെ, അവിടെ ഇപ്പോൾ എ മുതൽ പി വരെ ബാച്ച് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസിലുണ്ടെന്ന് വെച്ചോ, അവിടുത്തെ എ ബാച്ചിന് മൊത്തം ഒരു എക്സാം, ബി ബാച്ചിന് വേറെ എക്സാം, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു എ ബാച്ചിലുള്ള 600 പിള്ളേരെ വെച്ചിട്ടായിരിക്കും.
അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ട്രിവാൻഡ്രം ക്യാമ്പസിൽ പോയാലും അവിടെ ഈ നിങ്ങളുടെ ബാച്ചിലുള്ള അത്രയും പേരെ വെച്ചിട്ടായിരിക്കും എക്സാംസ് നടത്തുന്നത്. അപ്പോൾ അതിലുള്ള റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇപ്പോൾ ബ്രില്യൻറ്റ് പാലയിൽ പഠിച്ചാലും സെൻട്രലിൽ പഠിച്ചാലും നിങ്ങൾക്കൊരു വലിയ എക്സാം വരുന്നുണ്ട്, മോഡൽ എക്സാം. അതിനെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് സെൻറ്ററിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, റാങ്ക് ലിസ്റ്റ് വരുന്നത് മൊത്തത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷൻ വേണം എന്നുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനും ആവും. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സെൻട്രലിൽ തന്നെ പോകുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലതെന്ന് കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പോഴും അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവർ ഇപ്പം ബ്രില്യൻ്റ് ആവട്ടെ, അവർക്ക് ആ ഒരു പേര് നിലനിർത്തേണ്ടതുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള ടീച്ചേഴ്സിനെ വിട്ടൊക്കെ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. പക്ഷേ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരരുത്. അയ്യോ ഇനി ഇപ്പോൾ ട്രിവാൻഡ്രത്തിലെ ക്ലാസ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പാലയിലായിരുന്നെങ്കിൽ എനിക്കതങ്ങ് മനസ്സിലായേനെ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പോയി. എല്ലായിടത്തും ഒരേ ക്ലാസ്സൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സെൻറ്ററിലൊക്കെ ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ നമ്മുടെ വീടിനടുത്ത് നിൽക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള സെൻറ്ററിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 5-6 ദിവസത്തെ ജേണിയൊന്നും അല്ലടാ, ഒരു കൊല്ലത്തെ ജേണിയാണ്. ഇതിനകത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില സമയത്ത് നിങ്ങൾ ടെൻഷൻ ഓൺ ഇറ്റ് സ്പീക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കണ്ടാൽ വീണ്ടും ടെൻഷൻ കയറത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കൂടി വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെൻറ്ററിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ക്ലാസ് പോലും കട്ട് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ വൈകിട്ടൊന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിറ്റേത്തെ രാവിലെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്ററിലെത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഉള്ളവർ ബ്രില്യൻ്റ് പാലയിൽ വന്ന് അഡ്മിഷൻ എടുത്താനുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അവിടുന്ന് അതായത് പാലയിൽ ഇപ്പോൾ അത്യാവശ്യം ടെൻഷൻ കയറി ഒട്ടും നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടുന്ന് പാലയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് കോഴിക്കോടോട്ട് പോകും. അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് 1-2 ക്ലാസ് മിസ്സാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റർ ചൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഒന്നും അല്ലെങ്കിൽ ഈ കൺട്രോൾഡ് സൂപ്പർവൈസർ എന്നുള്ള ആ ഒരു വ്യത്യാസമെങ്കിലും ഇല്ലാതെ നമുക്ക് പഠിക്കാമല്ലോ. ആദ്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ അത്. അവിടെ അത്ര നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അലട്ടുന്നില്ലല്ലോളാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൺട്രോൾ ചെയ്ത് വരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരേ സോഴ്സ് വെച്ച് പഠിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതിനും കൂടെ ഭേദം എനിക്കതാണെന്ന് തോന്നുന്നു. പിന്നെ മെറ്റീരിയൽസ് എല്ലാം സെയിം ആണ്, ക്ലാസ് ടീച്ചേഴ്സും സെയിം ആണ്. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് ഒന്ന് വീട്ടിൽ പോകണമെങ്കിലോ വീട്ടിലെ ഫുഡ് കഴിക്കണമെങ്കിലോ ഒക്കെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചില പിള്ളേർക്കൊന്നും ഹോസ്റ്റലിലെ ഫുഡ് അങ്ങനെ പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇൻ കേസ് നമുക്ക് വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും കൊണ്ടുതരണമെങ്കിൽ പോലും അതൊക്കെ ഒരു നല്ലൊരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. സെൻട്രലിലായിക്കോട്ടെ ബ്രില്യൻറ്റിൻ്റെ മെയിൻ ക്യാമ്പസിലായിക്കോട്ടെ എല്ലാം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അവിടെ ചെല്ലുന്നത് ഇപ്പോൾ ബ്രില്യൻറ്റിലാവട്ടെ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുന്നവരായാലും അവർക്ക് അതിയായ ആഗ്രഹം കാണും, അത്യാവശ്യം കഴിവും കാണും. ഇത്രയും മാർക്കുള്ള പിള്ളേർക്ക് എന്തായാലും കഴിവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഹാർഡ് വർക്കും കൂടെ ആകുമ്പോഴത്തേക്കടാ നമുക്ക് കിട്ടുമടാ, നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻ്റ് എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കഴിവ് പുറകോട്ടായിക്കോട്ടെ, നിങ്ങൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ഇടാമെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. ഈ നീറ്റ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു ടാസ്ക് ഒന്നുമല്ല. നമ്മളിപ്പം ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാലും ഏറ്റവും ടഫ് ലെവൽ എക്സാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് UPSC ഒക്കെയാണ്. അതുപോലും ആളുകൾ നേടിയെടുക്കുന്നില്ലേ. അപ്പോൾ പിന്നെ ഇതൊന്നും അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. ഇതിലും വലുത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോവുകയാണ് MBBS എടുത്തു കഴിഞ്ഞാൽ. നിങ്ങൾ ശരിക്കും കായലിൽ നിന്ന് കടലിലോട്ട് ഇറങ്ങുന്ന പോലാണ്. നമ്മുടെ NCERT ബയോളജി ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ ഇപ്പം ഒരു സബ്ജക്റ്റിന് തന്നെ നമ്മൾ 6-7 ടെക്സ്റ്റ് പഠിക്കും. ഇപ്പോൾ അനാട്ടമിക്ക് ആണെങ്കിൽ 7 ടെക്സ്റ്റോളം ഉണ്ട്. അതിലൊരു ടെക്സ്റ്റ് പോലും ആകുന്നില്ലടാ നിങ്ങളുടെ NCERT ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ MBBSന് ജോയിൻ ചെയ്യുമ്പോഴായിരുന്നു നമ്മൾ MBBSന് പഠിക്കുന്ന ആ ഒരു ലെവൽ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ലെവലിൽ നമ്മൾ പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് നീറ്റിന് റാങ്ക് മേടിക്കാമെന്നുള്ളൊരു ഇത് വരുന്നത്. കാരണം അത്രയും ലെവലിൽ പഠിക്കാനുണ്ട്. ഡിമോട്ടിവേറ്റ് ചെയ്യല്ല കേട്ടോ, ചുമ്മാ ഒന്ന് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കിപ്പം ഹോം സിക്നെസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ചോയ്സ് തന്നെ ആയിരിക്കത്തില്ലേ നല്ലത്, സെൻറ്ററിൽ പോകുന്നത് തന്നെ ആയിരിക്കത്തില്ലേ നല്ലത്. എല്ലാവരും കൂടി ഈ പാലയിൽ കിടന്ന് തെള്ളി ഒരു വല്ലാത്തൊരു നമുക്ക് പഠിക്കുന്നതിനെക്കാട്ടിലുപരി ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ലേടാ. നമുക്ക് പഠിക്കാനാണെങ്കിൽ ഇത്തിരി ശാന്തമായിട്ടുള്ളതൊക്കെയല്ലേ നല്ലത്. ഇപ്പം സൂപ്പർവൈസറിലോ കൺട്രോളിലോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പിള്ളേരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും അവർക്കുള്ള ഫെസിലിറ്റീസ് ഒക്കെ അല്ലേ ഉള്ളൂ. മനസ്സിലായോ? കോട്ടയം ഫുൾ ഇപ്പം നമ്മൾക്ക് ബ്രില്യൻറ്റിന് മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്ര ആ ഉള്ളൊരു സ്പേസിലെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം നേരത്തെ 3 പേരെ ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്ത സ്ഥിതിക്ക് ചിലപ്പം ഇത്രയും പിള്ളേരുടെ ഒരു ഇത് കാരണം 4 പേരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശരിക്കും മിസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൻറ്ററിൽ ഒരു റൂമിൽ 2 പേരുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. മനസ്സിലായോ? മാത്രമല്ല ഞാൻ അന്വേഷിച്ചത് വെച്ചിട്ട് സെൻറ്ററിലെ എല്ലാ റൂമും AC ഒക്കെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ചൂടൊക്കെ അറിയാമല്ലോ, ഇപ്പോഴല്ലേ ഒന്ന് മഴയൊക്കെ ആയത്. അപ്പോൾ ഇത്തിരി നല്ലൊരു രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്ര ഒരു ഇതൊക്കെ കിട്ടി നമുക്ക് പഠിച്ചുകൂടെടാ. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്ക്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരിയടാ, ടാറ്റ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന വീഡിയോ ആയതുകൊണ്ടാട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ശരിയടാ, ടാറ്റ.